തന്നെ വന്ന് കണ്ടാൽ ഈ സിനിമയെ കുറിച്ച് നമ്മൾ ഈ മറ്റുള്ളവർ പറയണ ഒന്നും കേൾക്കണ്ട. ഞാൻ മറ്റുള്ള ആളുകൾ പറയുന്നതിനെ കുറിച്ചല്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. എന്തായാലും ഇത്രയും ജനങ്ങളും ഇത്ര ആളുകളൊക്കെ കണ്ട് ഇപ്പം ഇത്ര മണിക്കൂറുകളായിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു 100ൽ 100 തന്നെ, 101 കൊടുക്കാം. എന്തായാലും അതിൻ്റെ ആ ലൊക്കേഷനും ഇതിൻ്റെ ഇത് ആർട്ടും ഒക്കെ എല്ലാവരും പിന്നെ അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും കണ്ണിനായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലേ, സിനിമയുടെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ നിന്ന് വന്ന് തന്നെ കാണുക എല്ലാവരും. കഴിയുന്നതും പെട്ടെന്ന് വന്ന് കാണുക, ഷോ വന്ന് കാണുക. കാരണം പുറമേ നിന്നുള്ള കഥകളൊന്നും ആരും കേൾക്കാതെ ആരുടെ അഭിപ്രായം മാനിക്കാതെ നമുക്കൊരു വിലയിരുത്തലുണ്ട് ഒരു സിനിമ എന്ന കല. ആ കലയെ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നത്. മമ്മൂക്കയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയെ നമുക്ക് എന്താ പറയാൻ, അദ്ദേഹത്തെ അങ്ങ് മാറ്റി നിർത്തുക, ബാക്കിയുള്ളവരുടെ കാര്യം പറയാം. സിദ്ധാർത്ഥ ഭരതൻ്റെ അല്ലെങ്കിൽ ഹരീഷ് കേശവൻ്റെ ഒക്കെ കരിയർ ബെസ്റ്റ് ഇന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് അത്ഭുതമാണ്. കാരണം ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ മമ്മൂക്കാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പട്ടേലർക്കും മുരുകുന്നത് അഹമ്മദ് ഹാജിക്കും മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം. ശരിക്കും പറഞ്ഞാൽ ഈ കൊടുമൺ പോറ്റിക്ക് മുകളിൽ അല്ലെങ്കിൽ വട്ടം വെക്കാനൊരു കഥാപാത്രത്തെ ഇന്ത്യൻ സിനിമയെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി പ്രകടനം. പിന്നെ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും മേക്കിങ്ങിലായാലും എല്ലാം കൊണ്ടും ഗംഭീരമാണ്. ശരിക്കും ശ്വാസം അടക്കി പിടിച്ചാണ് പടം കാണുന്നത് തുടക്കം മുതൽ അവസാനം വരും. ഒരു നിമിഷം പോലും നമുക്ക് ലാഗില്ലാതെ ത്രില്ലാണോ അല്ലെങ്കിൽ ഹൊറർ സീക്വൻസ് എല്ലാം കൊണ്ടും ഗംഭീരം. ഇതിനപ്പുറത്തൊന്നും ഒരു സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു പരീക്ഷണം ഇത്ര വലിയ സക്സസ് ആകുന്ന പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. രാഹുൽ സദാശിവനെ സംബന്ധിച്ചോളം മലയാള സിനിമയുടെ മുൻനിരയിൽ ഒരു കസേരയിട്ട് കൊടുക്കാം. അമ്മാതിരി മേക്കിങ്, പെർഫോമൻസ് വിസയിൽ എല്ലാം കൊണ്ടും സൂപ്പർ എൻഗേജിങ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അത്രയും ഇതായിട്ട് പോകുന്നു. പിന്നെ എല്ലാവർക്കും വർക്കാവണമെന്നില്ല. നമുക്കൊരു ജനറൽ ഓഡിയൻസിന് എങ്ങനെ വർക്കാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ഗംഭീര പടം തന്നെയാണ്. സെക്കൻഡ് പാർട്ട് ഇതൊരു ഫസ്റ്റ് ഹാഫ് ഈ ഒരു പടത്തോട് തന്നെ ഇതിൻ്റെ അവസാനം കഴിഞ്ഞിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ കറക്റ്റായിട്ട് കണക്റ്റ് ആവും. പഴയ കാലഘട്ടത്തിൽ പറയുന്നൊരു കഥയാണല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു പഴയ കാലഘട്ടം പെട്ടെന്ന് കണക്റ്റ് ആവും. പിന്നെ ഇത് കളർഫുൾ ആക്കിയിട്ട് കാര്യമില്ല. ഇത് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് കണക്റ്റ് ആവും. പിന്നെ നമ്മൾ എൻഗേജിങ് ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളറെല്ലാം നമ്മൾ ശ്രദ്ധിക്കില്ല. അത്ര എൻഗേജിങ് ആണ് പടം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ കാണാത്തൊരു പടം. നമ്മൾ ഇങ്ങനത്തെ ഒരു പടം ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. പുതിയ രീതിയിലാണ്. എല്ലാ സൈഡും ഡിപ്പാർട്ട്മെൻറ്റ് സൈഡ് എല്ലാം ഗംഭീരമാണ്. നമുക്ക് ഒരു കുറ്റം പറയാനായിട്ട് പോലും അങ്ങനെ. പിന്നെ കുറച്ച് പാട്ടുകളുടെ ഇടയിൽ വരുന്നുണ്ട്, അവിടെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഗംഭീര സിനിമ തന്നെയാണ്. പെർഫോമൻസ് മമ്മൂക്കായാലും അർജുൻ അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ ഇവർ 3 പേരാണ് തകർത്തത്. മമ്മൂക്ക പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചത്. ഇങ്ങനെ ഒരു അഭിനയം അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണുന്നവർക്കൊക്കെ ഒരു പാഠപുസ്തകമാണ്. ഇങ്ങനെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത്രയും ഗംഭീര ചെയ്തത് വേറെ ആരെയും നമ്മൾ പറയണ്ട, വേറെ ആയിരിക്കും കിട്ടാൻ പോട്ടെ. അല്ല, അർജുനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരാണ്. അതെന്തോ എങ്ങനെ തോന്നുന്നു? നല്ലതല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കാണാത്ത ടൈപ്പ് ഓഫ് ഒരു സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നു. അല്ല, നമ്മളത് ഇറങ്ങിയാലേ അറിയുള്ളൂ ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് അറിയാനായിട്ട്. ഇപ്പോൾ കണ്ട ആൾക്കാർക്ക് മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. 2024